അങ്ങനെ അവസാനം വൈറ്റ് 6 ബ്രേവൈറ്റ് അവിടെ മരിച്ചുപോയ ബ്രേവൈറ്റിൻ്റെ ഫാക്ഷനായ വൈറ്റ് 6 ഇപ്പോൾ റോയിൽ ഡെബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അത് കുറേ നാളായി നമുക്ക് ഈ ഒരു ഫാക്ഷൻ വരുന്ന കാര്യം നമുക്കറിയാം. പക്ഷെ അത് കൂടുതലും ബ്രേവൈറ്റിന് കീഴിൽ വരാനായിരുന്നു ചാൻസ് ഉണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം ബ്രേവൈറ്റ് മരിച്ചതിന് ശേഷം പിന്നെ ഒരുപാട് നാളത്തേക്ക് അത് ഉണ്ടായിരുന്നില്ല. അതിനെപ്പറ്റി ഒരു ന്യൂസും നമുക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് പിന്നെ വീണ്ടും QR കോഡൊക്കെ നമ്മുടെ NXTയിലും റോയിലൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഷോപ്പ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ ഈ ക്യാരക്ടേഴ്സ് നമ്മുടെ ബ്രേവൈറ്റിൻ്റെ ബ്രദറായ ബോ ഡാലസാണ് അങ്കിൾ ഹൗഡിയായിട്ട് പ്ലേ ചെയ്യണമെന്നൊക്കെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. പിന്നീട് അവർ നമ്മുടെ WWE ട്വിച്ച് സ്ട്രീമും പിന്നെ ട്വിറ്റർ ഹാൻഡിലും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഹാക്ക് ചെയ്യുന്നുണ്ടായി. അതിന് ശേഷമാണ് പിന്നീട് കാര്യങ്ങൾ കുറച്ചും കൂടി കൈവിടാൻ തുടങ്ങി. പിന്നീടുള്ള ഹാഷ്ടാഗ്സിൽ അവർ വരുന്നു എന്നുള്ളൊരു സിഗ്നൽ തന്നു തുടങ്ങി. പിന്നെ കഴിഞ്ഞ ആഴ്ച തന്നിട്ടുണ്ടായിരുന്നൊരു QR കോഡിലാണ് ഇത് ഡീറ്റെയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ റോയിൽ എന്തെങ്കിലും വരുന്നു പറഞ്ഞിട്ട്. അത് ക്ലാഷ് ഓഫ് ദ കാസ്റ്റിലാണ് വന്നത്. അതിൽ പറഞ്ഞത് 2 ദിവസം കൂടി ഉള്ളതാണ്. ശരിക്കും ഇന്നത്തെ റോയുടെ ദിവസം അന്ന് തന്നെ അവർ ഡെബ്യൂട്ട് ചെയ്തിരിക്കുന്നു. അടിപൊളി ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി ഫാക്ഷൻ. നമുക്ക് ഓരോ ക്യാരക്ടർ എടുത്ത് പറയുകയാണെങ്കിൽ അതിലത് ഒന്നാമത്തെ നമ്മുടെ നിക്കി ക്രോസാണ് ബെസ്റ്റ് കാണിക്കുന്നത്. പിന്നെ അത് രണ്ടാമത് നേരെ പോകുന്നത് റാബിറ്റിൻ്റെ മാസ്ക് ഇട്ടിട്ടുണ്ട് എറിക് റോവറാണ്. പിന്നീട് കാണിക്കുന്നത് ആരാണെന്ന് എനിക്ക് കറക്റ്റ് ഒരു ഐഡിയ ഇല്ല. മേ ബി മറ്റേ NXT സൂപ്പർ സ്റ്റാറായ ആളെ പേര് എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. ആളായിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബോ ഡാലസിനെയാണ്. സോ ഫാക്ഷൻ റെഡിയാണ്. പിന്നെ ഒരാളെയും കൂടി കാണിച്ചിട്ടുണ്ട്. അതും എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽ മനസ്സിലായില്ല. സോ ഇതാണ് നമ്മുടെ ഫാക്ഷൻ. അവരെ കാണിക്കുമ്പോൾ തന്നെ അവർ ഫുൾ റോ സൂപ്പർ സ്റ്റാർസിനും ഒരുവിധം മെയിൻ ക്യാരക്ടേഴ്സിനെയൊക്കെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ചാഡ് ഗേബിളിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, സെത്ത് റോളൻസിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ട്രിപ്പിൾ എച്ചിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, കൈരി സൈനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. കുറേ പേരെ മെയിൻ ക്യാരക്ടേഴ്സിനെ മൊത്തം അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു വലിയ ഫാക്ഷനാണ്. ഒരു മെയിൻ ഇവൻറ്റിലേക്കുള്ളൊരു ഫാക്ഷൻ തന്നെയാണെന്നാണ് ഉറപ്പ് തരുന്നത്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ബാക്കി ഭാവിയിൽ കാണാം. എനിക്ക് കൂടുതൽ തോന്നുന്നത് ജൈവ്യൂസ് ആയിട്ടൊരു സ്റ്റോറിയാണ് ഇപ്പോൾ ഇനി അടുത്തത് നടക്കാൻ പോകുന്നതെന്നാണ് ചാൻസ് കൂടുതൽ. അല്ലെങ്കിൽ നമ്മുടെ ചാറ്റ് ഗേബിളായിട്ട്. സോ വി ഡോണ്ട് നോ യെറ്റ്. പക്ഷേ നല്ലൊരു ഫ്യൂച്ചർ ഈ ഫാക്ഷന് കാണുമെന്ന് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ മെമ്പർ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് ആരെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിലും ജസ്റ്റ് അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.